തിമോത്തിയോസ് 2-ാം അധ്യായം 15-ാമത്തെ വാക്യം വായിക്കുമ്പോൾ സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാകുന്നവനായി നിൽപ്പാൻ ശ്രമിക്കാം. റൈറ്റ്ലി ഡിവൈഡ് ദ വേർഡ് ഓഫ് ട്രൂത്ത്. സത്യവചനത്തെ സ്തോത്രം ശരിയായ രീതിയിൽ വിഭാഗിച്ച് പഠിപ്പിക്കണം. സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ അപ്പോസ്തലനായ പൗലോസ്, ഹല്ലേലൂയ, ദൈവവചനം ബേസ് ചെയ്തുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും. സ്തോത്രം, വചനം വിട്ടൊരു കാര്യം ഇല്ല. ഒന്നാമത്തേത് സ്തോത്രം, ഹല്ലേലൂയ. രണ്ടാമത്തേത് നടപ്പ്. നടപ്പ്. എന്താ നടപ്പ് കാണിക്കുന്നത്? നമ്മുടെ ജീവിതത്തെ കാണിക്കുന്നത്. ദ മാനർ ഓഫ് ലൈഫ്, നാം ജീവിക്കുന്ന വിധം എന്ന് പറഞ്ഞാൽ പൗലോസ് പറയുകയാണ്, എൻ്റെ പ്രസംഗം പോലെ തന്നെയാണ് എൻ്റെ ജീവിതവും. ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ പുൾപിറ്റിൽ വിശുദ്ധനാണ്. സ്തോത്രം. പുറത്തിറങ്ങിയാൽ തനി നിറം അറിയും. പണ്ടൊരു ഉപദേശി പറഞ്ഞതുപോലെ, എൻ്റെ കക്ഷത്തിൽ ഈ ബൈബിൾ ഇരിക്കുന്നത് കൊണ്ട് ഇതൊന്ന് ഞാൻ താഴെ വെച്ചാൽ ഞാൻ ആരാന്നുള്ളതറിയും. ഒരു വിഷയത്തിൻ്റെ പുറത്താണ്, ഒരു പരിഹാരത്തിന് വേണ്ടി വന്നതാണ്, ഒരു പരിഹാരം കിട്ടാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ വന്നപ്പോൾ ആ മാന്യ സഹോദരൻ എന്നോട് പറഞ്ഞ കാര്യമാണ്, എന്നല്ല ബ്രദറിനറിയാവോ, എനിക്ക് തരാനുള്ള പൈസ കിട്ടിയിട്ടില്ല, പക്ഷേ കക്ഷത്തിൽ ഈ പുസ്തകം ഇരിക്കുന്നുണ്ട്, ഇതൊന്ന് താഴെ വെച്ചാൽ ഞാൻ ആരാന്നുള്ളത് കാണിച്ചു കൊടുക്കുക. സ്തോത്രം. അപ്പോൾ മനസ്സിലായി, പുസ്തകത്തിനകത്തുള്ളത് കക്ഷത്തിൽ വരെ വന്നിട്ടുള്ളൂ, അകത്തേക്ക് കയറിയിട്ടില്ല എന്ന് മനസ്സിലായി. സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് അനേകരും അങ്ങനെയാണ്, കയ്യിൽ ഈ പുസ്തകമുണ്ട്, പക്ഷെ കയ്യിൽ നിന്ന് എങ്ങോട്ട് കയറിയിട്ടില്ല, ഇങ്ങോട്ട് കയറിയിട്ടില്ല. ചിലരുടെ എവിടം വരെ വന്നിട്ടുണ്ട്, തലയ്ക്കകത്ത് വരെ വന്നിട്ടുണ്ട്, പക്ഷെ താഴോട്ട് ഒരു 6 ഇഞ്ച് താഴോട്ട് ഇറങ്ങിയിട്ടില്ല. അങ്ങനെ ഇറങ്ങിയിരുന്നെങ്കിൽ നമ്മുടെ കുടുംബത്തിലൊക്കെ എന്ത് സമാധാനം ഉണ്ടായെന്നെ. സ്തോത്രം. പള്ളിയിൽ പരിശുദ്ധനാകാൻ എളുപ്പമാണ്, പക്ഷെ വീട്ടിലോ നാട്ടിലോ ഇതെവിടെ തുടങ്ങണം? ഇത് എന്നിൽ തുടങ്ങണം, എൻ്റെ കുടുംബത്തിൽ കാണണം, സഭയിൽ കാണണം, പുറത്ത് കാണണം. വാക്ക് ദ ടോക്ക്. നമ്മൾ പറയുന്നത് പ്രസംഗിക്കുന്നത് പോലെ തന്നെ ജീവിക്കണം. പൗലോസ് പറയുകയാണ്,